പിന്നെ വളരെ പെട്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മാർക്കിന്റെ ചോദ്യം അങ്ങ് പഠിച്ചിട്ട് പോയാലോ? അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില നിശ്ചയിക്കുന്ന സംഘടന ഏതാണ്? അത് ഒപെക് ആണ്, അല്ലെ? ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ് ഒപെക്കിന്റെ പൂർണ്ണ രൂപം. 1960 ബാഗ്ദാദിൽ വെച്ചിട്ടാണ് ഈ സംഘടന സ്ഥാപിക്കുന്നത്. ഈ സംഘടന സ്ഥാപിക്കപ്പെടുന്നത് 1960 ബാഗ്ദാദിൽ വെച്ചിട്ടാണ്. അന്ന് ഈ സംഘടന സ്ഥാപിക്കുന്നത് 5 രാജ്യങ്ങൾ ചേർന്നിട്ടാണ്. അതായത് ഒപെക്കിലെ സ്ഥാപക അംഗങ്ങൾ എന്ന് പറയുന്നത് 5 രാജ്യങ്ങളാണ്. ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, വെനിസ്വേല. ഈ 5 രാജ്യങ്ങൾ ചേർന്നാണ് ഒപെക് രൂപീകരിക്കുന്നത്. ഇന്ന് ഒപെക്കില് എത്ര രാജ്യങ്ങളുണ്ട്? അല്ലെ, തൊട്ട് മുമ്പ് വരെ 12 രാജ്യങ്ങൾ ഒപെക്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു രാജ്യം പിന്മാറിയിട്ടുണ്ട്. UAE എന്ന് പറയുന്ന രാജ്യം 2026 മെയ് 1 മുതൽ ഒപെക്കിൽ അംഗമല്ല. അപ്പോ നിലവിൽ ഒപെക്കിൽ എത്ര രാജ്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 11 രാജ്യങ്ങളാണ്. 2026 മെയ് 1 ഒപെക്കിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് UAE ആണ്. അപ്പോ ആദ്യം പറഞ്ഞു 5 രാജ്യങ്ങൾ. ഏതൊക്കെ? ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, പിന്നെ അത് കഴിഞ്ഞിട്ട് വെനിസ്വേല, അല്ലെ? അതിന് പുറമേയുള്ള ഒപെക്കിലെ മറ്റ് 6 അംഗരാജ്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. അൾജീരിയ, നൈജീരിയ, ഇക്വറ്റോറിയൽ ഗിനിയ, ഗാബോൺ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അഥവാ DR കോങ്കോ. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എന്താണ് ഒപെക് പ്ലസ്? ഒപെക്കിലെ 11 അംഗരാജ്യങ്ങൾക്ക് പുറമെ ലോകത്തിലെ പ്രധാനപ്പെട്ട മറ്റ് എണ്ണ ഉൽപാദന രാജ്യങ്ങളുണ്ട്. റഷ്യ പോലെ, കസാക്കിസ്ഥാൻ പോലെ, അസർബൈജാൻ പോലെ, മലേഷ്യ പോലെ മറ്റ് പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദന രാജ്യങ്ങളുണ്ട്. അവരെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഒപെക് പ്ലസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംവിധാനം വരുന്നത് 2016 ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അത് സൗദി അറേബ്യയാണ്. പക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് വെനിസ്വേലയാണ്. മാറിപ്പോകരുത്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം സൗദി അറേബ്യ, ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം വെനിസ്വേല. ശരി, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.